ഹലോ ഗൈസ്, കിഷ്കിൻ്റെ കാണ്ഡം. ഇതിൻ്റെ ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തിരക്കഥയാണ്. ഹീറോ. ഇതിൻ്റെ കഥ അത്രയല്ല ഹീറോ അല്ല, പക്ഷെ ഇതിൻ്റെ തിരക്കഥയാണ് ഹീറോ. ഈ ഒരു ചെറിയൊരു കഥ ഇവരെടുത്തു വച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ഇൻ്റർവെല് വരെ എന്താണ് സിനിമ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എങ്ങനെ വേണമെങ്കിലും സിനിമ തിരിച്ചുവിടാം. പല രീതിയിൽ പ്രേക്ഷകനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് പല സിറ്റുവേഷനിൽ. കാരണം കഥ ഇങ്ങനെയാണ് പോകാൻ പോണേന്നുള്ളത്. പക്ഷെ അവസാനത്തെ ഒരു 20 മിനിറ്റ് എനിക്ക് തോന്നുന്നു അവിടെയാണ് കഥ ഫുള്ള്. ഇതാണ് കഥ, ഇതാണ് ഇതിൻ്റെ എൻഡിങ്. എന്ത് അടിപൊളിയായിട്ടാണ് ചെയ്തേക്കണം. കിടിലം വർക്ക്. പിന്നെ ഇതിൻ്റെ BGM എടുത്തു പറയേണ്ടതാണ്. കാരണം നമുക്ക് ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. തുടങ്ങുമ്പോൾ എന്താണ് നടക്കാൻ പോണെന്നുള്ളൊരു ആകാംക്ഷയില്ല, അത് അവസാനം വരെ ഇങ്ങനെ കൊണ്ട് പോകുന്നതാണ് അതിൻ്റെ ഒരു ഇത് സാധാരണ സിനിമകളിൽ നമ്മൾ കണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു സംഭവം നടക്കുന്നു, അതിൻ്റെ ഒരു ഇതെന്താണ് സംഭവം എന്നുള്ളത് പിന്നീടാണ് അറിയണത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ പല രീതിയിൽ മറ്റേ സംഭവം കഥ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. എന്താണ്, ഒരു വിജയരാഘവനിലാണോ സീൻ, അല്ലെങ്കിൽ വേറെ വല്ല എന്താണോ അതിൻ്റെ വിഷയം. ഇതിനൊരു ഇതുണ്ടാവുമല്ലോ, ഒരു കഥ അവസാനിക്കുന്ന ഒരു ഇതുണ്ടാവും. എന്താണ് പ്രശ്നം എന്നുള്ളത് പറയുന്നത് 20 മിനിറ്റിലാണ്. എൻ്റെ അടുത്ത് ഇതിൻ്റെ കഥ ചോദിച്ച് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാ സിനിമയുടെ കഥ എന്താണ് എന്ന് പറയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞേ ഒരിക്കലും പറയില്ല. കാരണം പറഞ്ഞ ഈ കഥ പിന്നെ കണ്ടിട്ട് കാര്യമില്ല. ഇത് തിയേറ്ററിൽ പോയി തന്നെ കാണണം. നിങ്ങൾ പോയി കാണുമെന്ന് ഞാൻ പറയുള്ളൂ. ഈ സിനിമ അടിപൊളിയാണ്, പോയി കാണും എന്ന് പറയുള്ളൂ. ആ ലെവല് പടം, വിഷയം പടം. ഇത് അതിൻ്റെ ക്ലൈമാക്സ് എൻഡ് ചെയ്യണ സീനൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നോ, വെടിച്ചില്ല സാധനം. ഇത് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ഒരു ഗുമ്മ് കിട്ടുള്ളൂ. ഇത് എനിക്ക് തോന്നുന്നത് ഇത് OTT വന്നതിന് ഒരു വൈബൊന്നും കിട്ടില്ല. ഞാനൊരു രാത്രി ഒരു 9 മണി ഷോയിലാണ് പോയത്. അപ്പം എനിക്ക് ഉറക്കം തൂങ്ങി നിൽക്കുന്ന സമയത്താണ് പോയത്. പക്ഷെ കട്ട എൻഗേജിങ്, ആ ലെവല് പടം. ഇത് അഭിനയ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇതിലൊക്കെ അഭിനയിച്ചിരിക്കുന്നതൊക്കെ അത്യാവശ്യം അഭിനയിക്കാൻ അറിയാവുന്നവർ അതൊക്കെ തന്നെയാണ്. അതല്ല ഇതിൻ്റെ ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രിപ്റ്റാണ്. ഒരു ചെറിയൊരു വിഷയത്തെ എന്ത് മനോഹരമായിട്ട് കാണിക്കുക എന്നുള്ളതാണ് ഒരു സംഭവം. എന്ത് കഥയെന്നുള്ളതല്ല ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞുതരാം, ഈ സിനിമ ഒരു കഥ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് പടമെന്ന് പറയും. പക്ഷെ ഇതൊരു മേക്കിങ്ങിൻ്റെയും ആ സ്ക്രീൻ പ്ലേയുടെയൊക്കെ ഒരു സംഭവമാണ്. കാരണം എന്താണ് ആ സംഭവം എന്നുള്ള ആകാംക്ഷ അവസാന നിമിഷം വരെ നിർത്തിക്കൊണ്ടുപോകുന്നതിലാണ് ഇതിൻ്റെ ഒരു കഥയുടെ വിജയം. ചില സിനിമകളെ കണ്ടിട്ടില്ലേ, അത് നടക്കാൻ പോകണം എന്താണെന്നറിയാം, ഇതിൻ്റെ ഒരു എൻഡ് എന്താണെന്നറിയാം. ഇതുവരെ ട്രെയിലറിൽ പോലും ഇതൊരു തേങ്ങയും മനസ്സിലാവില്ല എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കണതെന്നുള്ളത്. ചില സിനിമകളെ കണ്ടിട്ടില്ലേ, ഇപ്പോഴങ്ങനെ കൊമേഴ്ഷ്യൽ മാസ് മസാല മൂവീസൊക്കെ സാധാരണ കണ്ടുവരുന്ന സിനിമകൾ തന്നെ ഒന്നും കൂടിയിട്ട് പുതിയ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ അച്ചി തന്നെ ഇട്ട് ചെയ്യുന്ന പുട്ട് എന്ന് പറയുന്ന പോലെ ഉള്ള സിനിമകളാണ് ഫുള്ള് ഇറങ്ങുന്നത്. അപ്പം ഇതേപോലത്തെ സിനിമകളൊക്കെ എനിക്ക് ARM എന്ന് പറഞ്ഞ സിനിമേനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കിഷ്കിൻ്റെ കാണ്ഡമാണ്. കാരണം ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയാണ്. ARMനേക്കാൾ എത്ര അടിപൊളിയാണ് ഈ ഒരു സിനിമ. ARM വേറൊരു സംഭവത്തിലാണ്. പക്ഷെ ചെറിയ ബഡ്ജറ്റിൽ വന്നിട്ട് ഇത് സൈലന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബഡ്ജറ്റൊന്നുമില്ല. അത്യാവശ്യം ഒരു ബഡ്ജറ്റ് അങ്ങനെയില്ല. സാധാരണ ഒരു മേക്കിങ്, അത്ര വലിയ VFX അങ്ങനെ ആ സംഭവങ്ങളൊന്നും ഇല്ലാത്ത ഇതാണ് സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞ സാധനം. പക്കയാണെങ്കിൽ മേക്കിംഗ് കൂടി സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിജയിക്കാവുന്നതിന് ഉദാഹരണമാണ് ഈ ഒരു സിനിമ. വിഷയം പടം, എൻ്റെ കിളി പറത്തിയ പടം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ.
സിനിമകൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള അത്ഭുതപ്പെടുത്തി കളഞ്ഞൊരു പടം. ഇതൊരു സാധാരണ പടമല്ല, ഇത് കിട്ടിലും അത്ഭുതപ്പെടുത്തി കളയുന്നൊരു പടമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുന്നേ ഞാൻ പറയുള്ളൂ, തിയേറ്ററിൽ പോയി കാണണം. ഓക്കെ എന്നാൽ.